കാസർഗോഡ് മുതൽ വയനാട് വരെ നേരിയ മഴയാണ്. കോഴിക്കോട് ശക്തമായ മഴയിൽ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. വിലങ്ങാട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നാട്ടുകാരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വരും മണിക്കൂറിലും മഴ കനക്കാനാണ് സാധ്യത. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് അതിശക്തമല്ലാത്ത മഴ ലഭിച്ചപ്പോൾ കണ്ണൂരും വയനാടും നേരിയ തോതിലാണ് മഴ ലഭിച്ചത്. പക്ഷേ കോഴിക്കോട് രാവിലെ മുതൽ അതിശക്തമായ മഴ ലഭിച്ചു. പല മേഖലയും ഇതോടൊപ്പം വെള്ളക്കെട്ടിലാവുകയും ചെയ്തു. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ റെഡ് അലേർട്ടിന്റെ ഭാഗമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിലേക്ക് യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഴയുടെ ഭാഗമായി നഗരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെയും വെള്ളക്കെട്ടിലായി. മാവൂർ റോഡിലെ KSRTC പരിസരം, അതോടൊപ്പം സ്റ്റേഡിയം, കോട്ടുളി ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. പലർക്കും ഇവിടെ ഈ ഭാഗത്തുകൂടെ നടന്നു പോകാനും ഒപ്പം തന്നെ വാഹനത്തിൽ സഞ്ചരിക്കാനും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തു. നല്ല മഴ, അടിപൊളി മഴ പെയ്തത് കണ്ട് മാവൂർ റോഡ് മറ്റു വെള്ളത്തിലാണ്. നടക്കാനും പറ്റുന്നില്ല, വെള്ളം മേത്ത് തെറിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടുന്നില്ല. ഇവിടെ കാലിന് ഇവിടെ വരെ ഫുള്ള് വെള്ളം. ഇവിടെ അങ്ങോട്ടേക്കൊക്കെ KSRTC അങ്ങോട്ട് നല്ല വെള്ളം. വിലങ്ങാട് ഭാഗത്ത് ഉരുൾപൊട്ടൽ സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയുമുള്ള പ്രദേശത്ത് നിന്ന് അടിയന്തരമായി ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവുണ്ടായിരുന്നു. ഇതുപ്രകാരം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഈ മഴ ശക്തമായതോടുകൂടെ തന്നെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി പെയ്ത വെള്ളം പല പുഴകളിലും ക്രമാതീതമായി ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ചാലിയാറിൽ റെഗുലേറ്ററിന്റെ 14 ഷട്ടറുകൾ തുറന്നിട്ടുമുണ്ട്. ഇതുമൂലം ഇനിയും പുഴയിൽ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയിൽ ഇറങ്ങുന്നതിന് ജാഗ്രതാ നിർദ്ദേശവും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ താഴ്ന്ന പ്രദേശങ്ങളായ മാവൂർ, ചാത്തമംഗലം മേഖലകളിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യത പറയുന്നുണ്ട്. അവിടെയുള്ള ആളുകളോടൊക്കെ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് വടക്കൻ കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. അതിന്റെ ഭാഗമായി നാളെയും ജില്ലയിൽ റെഡ് അലേർട്ട് തുടരും. റെഡ് അലേർട്ടുള്ള മലപ്പുറം ജില്ലയിലും രാവിലെ മുതൽ തന്നെ തോരാതെയുള്ള മഴയായിരുന്നു. അതിശക്തമായ മഴയില്ല, പക്ഷേ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയാണ് ആശങ്കയുണ്ടാക്കിയത്. എങ്കിലും വെള്ളക്കെട്ടോ അത്തരത്തിലുള്ള മഴക്കെടുതികളോ ജില്ലയിലെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും നിലമ്പൂർ പോലുള്ള മലയോര മേഖലയും പൊന്നാനി പോലുള്ള തീരദേശ മേഖലയും ഈ ഇത്തരത്തിൽ മഴയുണ്ടാകുമ്പോൾ ജാഗ്രത ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതൽ നടപടികളും ഒക്കെ തന്നെ സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഇപ്പോൾ ഉച്ചയോടുകൂടി മഴയ്ക്കൊരു ശമനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇടവിട്ട് ഇങ്ങനെ തോരാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ നിലവിലുള്ളത്.